വീണ ജീവിക്കുന്നവരുടെ ഭാഗ്യമേ. എന്റെ പാപമെല്ലാം തന്റെ ആവത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേരം കൂടെ വാഴാനെന്തു സാധ്യമോ, പാർക്കുന്നേരം കൂടെ വാഴാനെന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോഹമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും ഭാഗ്യത്തെ വാസമാക്കുവാൻ ശോഭയേറും പീഡയിച്ചൊരുക്കിടുന്നവൻ. കൈകളാക്കി കാത്ത നിത്യഭാഗ്യരംഗമേ, കൈകളാക്കി കാത്ത നിത്യഭാഗ്യരംഗമേ. വാണിടുന്ന നാളിനായ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിക്കുന്നതെത്ര മോഹമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു നീയും എന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാകുമേ, അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാകുമേ. എന്നെനിക്ക് സാധ്യമോ പകൽ സമ്മേളനം, എന്നെനിക്ക് സാധ്യമോ പകൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോഹമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. വല്ലവനെ വല്ലവനെ കൊണ്ടു കാക്കലേ, അല്ലെങ്കിൽ ഞാനെന്നു വന്നു ചേർന്നിടുവേ. പ്രിയമോരത്തോട് വീണകേറി, പ്രിയമോരത്തോട് വീണകേറി. ഹല്ലേലൂയ ഗാനം പാടി പാടിടുവനാ, ഹല്ലേലൂയ ഗാനം പാടി പാടിടുവനാ. യേശുവോട് ചേർന്നിരിക്കുന്നതെത്ര മോഹമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. Hallelujah.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൺവെൻഷന്റെ 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചവരായിരിക്കുന്ന ദൈവത്തിന്റെ മഹാവലിയ കരുണയെ ഓർത്ത് നന്ദിയോടെ ആയിരം സ്തുതികളും സ്തോത്രങ്ങളും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തിയാൽ വചനം സംസാരിക്കുന്നതായിരിക്കുന്ന അഭിഷിക്തന് ദൈവത്തിന്റെ അളവറ്റതായിരിക്കുന്ന കൃപയാൽ വചനം നമുക്ക് നൽകുവാൻ തക്കവണ്ണമായിട്ട് ദൈവം സഹായിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2ാം ദിവസത്തെ വചന ശുശ്രൂഷ കേൾപ്പാൻ തക്കവണ്ണമായിട്ട് കടന്നു വന്നിരിക്കുന്നതായിരിക്കുന്ന മാർത്തോമ ഇടവക വികാരി അച്ഛനെയും അവിടെ നിന്ന് കടന്നു വന്നതായിരിക്കുന്ന ഇടവക ജനങ്ങളെ എല്ലാവരെയും പ്രത്യേകാല ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുകയും ചെയ്യുന്നു. കൂടാതെ മറ്റ് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഗായക സംഘത്തെയും പ്രത്യേകാല 2ാം ദിവസത്തിലെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ 2ാം ദിവസത്തിലെ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപയാൽ ശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്തു. ഗായക സംഘം അനുഗ്രഹമായി ഗാനങ്ങൾ ആലപിച്ചു. എങ്കിലും നമുക്കെല്ലാവർക്കും കൂടെ 2 വരി പാട്ടുപാടി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിലൊരു പ്രാവശ്യം കൂടെ ഈ വചനകൂടാരത്തിൽ വചന കേൾവിക്കായി ഞങ്ങളെ നീ കൂട്ടി വരുത്തിയല്ലോ. വചനം നിന്റേതാകുന്നു.
വചനം സംസാരിക്കുന്ന നിന്റെ ദാസനും നിന്റേതാകുന്നു. വചനം കേൾക്കുന്ന നിന്റെ മക്കളും നിന്റെ ജനമാകുന്നു. ഞാൻ വചനത്തെ അയച്ച് നിങ്ങൾക്ക് സൗഖ്യം പകരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, നിന്റെ മക്കളിൽ മനസ്സലിയണമേ. കടന്നു വന്നിട്ടുള്ളവരാരും നിറഞ്ഞ സംതൃപ്തിയോടല്ല കർത്താവെ കടന്നു വന്നിട്ടുള്ളത്. ഭാരങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങളുള്ളവരുണ്ട്, പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയെ ഓർത്ത് മനം നൊന്ത് കഴിയുന്നവരുണ്ട്. ദാവീദ് പറയുന്നു, എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ നീ ദുഃഖത്തോടെ മടക്കി അയക്കരുതേ. വന്നത് നന്നായി എന്ന് പറയുവാൻ ആശ്വാസത്തിൻ്റെ മാരി ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾ കടന്നു വന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ ആ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിൽ ശേഖരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. അനേകര് ചികിത്സിക്കുവാൻ മാർഗമില്ലാതെയും ചികിത്സിച്ചിട്ട് ഭേദമില്ലാതെയും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി മനോദുഃഖത്തോടെ കഴിയുന്നു. കർത്താവെ, നീ അവരെ ഒന്ന് സന്ദർശിച്ച് സൗഖ്യമാക്കുന്ന കരത്താൽ അവിടെ ബലപ്പെടുത്തണമേ. ഗിലെയാദിൽ വൈദ്യനില്ലയോ? ഗിലെയാദിൽ തൈലമില്ലയോ? സിയോൻ പുത്രിക്ക് ശമനം വരാതിരിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവെ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും ബലം പ്രാപിച്ചെങ്കിൽ നിന്റെ മക്കളെ എല്ലാം നീ ഒന്ന് സ്പർശിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ താങ്ങണമേ. ദേശത്തും അന്യരാജ്യങ്ങളിലുമായി വസിക്കുന്നവരെ നിന്റെ കരുണച്ചിറകിൽ കാത്തുകൊള്ളണമേ. എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഞങ്ങൾ അനുദിനം കാണുന്നു, കേൾക്കുന്നു. നീ ഞങ്ങളെ ഇത്രത്തോളം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ആത്മശരീര മനസ്സുകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുടെ നിലവിളിയെ നീ മാനിക്കണമേ. കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിച്ച് തക്ക തുണകളെ അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവെ അവിടുന്ന് കരുതിക്കൊള്ളണമേ. യഹോവ കരുതിക്കൊള്ളും. അവിടുന്ന് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ ആലയത്തിൽ വന്ന് കർത്താവെ, വചനത്തിനായി നിന്റെ സന്നിധിയിൽ ശിരസ് നമിക്കുന്ന നിന്റെ മക്കളെ സ്വർഗത്തുനിന്ന് വലത്തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്യനായ സാജു അച്ഛൻ, മർത്തോമ ഇടവകയുടെ വികാരി ബഹുമാന്യനായ സതീഷ് അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, മർത്തോമ സഭയിൽ നിന്നും മറ്റിതര സഭകളിൽ നിന്നും വചന കേൾവിക്കായി താല്പര്യത്തോടെ ഈ സന്ധ്യയിൽ തലമുണക്കിയിട്ടുള്ള ഏവരുമേ, ആമുഖ വാക്കുകൾ കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയബന്ധിതമായി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നത്, ഈ തിരക്ക് പിടിച്ച ജീവിത അനുഭവങ്ങളിലൂടെയും കർത്താവിൻ്റെ പാദപീഠം തിരഞ്ഞെടുത്ത് ഇവിടെ വചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. വചനം ഈ കൺവെൻഷൻ്റെ ഈ സന്ദർഭത്തിൽ എന്താണ് ഈ വചന കേൾവിയുടെ അർത്ഥം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വചന കേൾവിയുടെ അർത്ഥം. കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനുള്ള സന്ദർഭമായി ഈ വചന ശുശ്രൂഷ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരു ദേവാലയത്തിൽ ഒരു സംഗീത വിരുന്ന് നടന്നു. ലോകപ്രശസ്തനായ ഒരു സംഗീതജ്ഞനാണ് ഗാനാലാപനത്തിനായിട്ട് അവിടെ വന്നത്.
പാട്ട് പാടുന്നതിന് മുമ്പ് സംഗീതജ്ഞൻ വൃദ്ധനായ പുരോഹിതനോട് ചോദിച്ചു, ഞാൻ ഏത് പാട്ടാണ് പാടേണ്ടത്? അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, 23-ാം സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി അങ്ങ് ഒരു പാട്ട് പാടുന്നെങ്കിൽ അത് സന്തോഷമായിരിക്കും. സംഗീതജ്ഞൻ പറഞ്ഞു, ഞാൻ പാടാം, പക്ഷേ ഞാൻ പാടിക്കഴിയുമ്പോൾ അങ്ങും ഒരു പാട്ട് പാടണം. അദ്ദേഹം തലകുലുക്കി. വൃദ്ധനാണ്. 23-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി പ്രശസ്തനായ സംഗീതജ്ഞൻ പാട്ടുപാടി. ആ സദസ്സ് മുഴുവനും കൈയടിച്ച് ആർത്ത് അട്ടഹസിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം പുരോഹിതനോട് പറഞ്ഞു, ഇനി അങ്ങ് പാടിയാട്ട്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, സഹോദര, എനിക്ക് പാടുവാനുള്ള അങ്ങയുടെ അത്രയും ട്യൂണൊന്നുമില്ല. ഞാൻ 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നിർത്തി ഈ സങ്കീർത്തന ഭാഗം വായിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അദ്ദേഹം സങ്കീർത്തനം നിർത്തി വായിച്ചപ്പോൾ അവിടെ കേൾക്കുവാനിരുന്നവരുടെ എല്ലാം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണു. ഇത് കണ്ടിട്ട് ഈ സംഗീതജ്ഞൻ പറഞ്ഞതായ ഒരു വലിയ സാക്ഷ്യമുണ്ട്. ഇതായിരുന്നു സാക്ഷ്യം. I know Psalm 23, but you know the good shepherd in Psalm 23. എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷേ അങ്ങേക്ക് ആരെ അറിയാം? തണുപ്പായതുകൊണ്ട് നിങ്ങൾ ഇത്രയും തണുത്തിരിക്കണ്ട, മറുപടി പറയാം. I know Psalm 23, but you know the good shepherd in Psalm 23. എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷേ അങ്ങക്ക് 23-ാം സങ്കീർത്തനത്തിലെ നല്ല ഇടയനെ അറിയാം. നല്ല ഇടയനെ ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ അറിയണം. ഞാൻ നല്ല ഇടയനാകുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, My words went into the ears of the people and they shouted. But your words went into the hearts of the people and they cried. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ മധുരതരമായ ശബ്ദം ജനത്തിൻ്റെ ചെവികളിൽ പതിഞ്ഞപ്പോൾ അവർ കൈയടിച്ച് ആർത്ത് അട്ടഹസിച്ചു, സന്തോഷിച്ചു. But your words went into the hearts of the people and they cried. അങ്ങയുടെ വാക്ക് ഈ ജനത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ വചനം ഹൃദയത്തിൽ കുത്തുകൊണ്ടു വചന കേൾവി. അവർ കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചു. അവർ കണ്ണുനീര് ഒഴുകി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിരുവാ നോമ്പിൻ്റെ ഈ 2ാമത്തെ ദിവസത്തിൽ അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണുനീര് യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾക്ക് അർപ്പിക്കുവാനുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകും. നമുക്ക് സമർപ്പിക്കുവാനുള്ളത് ഏറ്റവും വലിയ കാണിക്ക കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരാണ്. കണ്ണുനീരിന് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുണ്ട്. ദൈവ തീരുമാനത്തെ പോലും മാറ്റിമറിക്കുവാൻ ശക്തമാണ് എന്ന് കണ്ണുനീർ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും കണ്ണുനീർ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നു എന്നുള്ള ഉത്ബോധത്തോടുകൂടെ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോക പ്രശസ്ത കവിയായ ടെന്നിസൺ ഒരിക്കൽ സായാഹ്ന സവാരിക്കായി തെരുവൂതിയിലൂടെ നടന്നു പോകുമ്പോൾ മെത്തഡിസ്റ്റ് സഭാവിശ്വാസിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. നടന്നു പോകുമ്പോൾ ഫേസ് ടു ഫേസ് നടന്നു പോവുകയാണ്. ആ സ്ത്രീയോട് ടെന്നിസൺ ചോദിച്ചു, അല്പം വിശ്വാസമൊന്നുമില്ലാത്ത, ദൈവവിശ്വാസമൊന്നും കൂടുതലായിട്ടില്ലാത്ത ടെന്നിസൺ ആ സ്ത്രീയോട് ചോദിച്ചു, സഹോദരി, എന്തുണ്ട് വിശേഷം? നമ്മൾ
ചിലപ്പോഴൊക്കെ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ളവർ നമ്മളെയൊക്കെ കാണുമ്പോൾ ചുമ്മാതെങ്കിലും ഒരു പരിചയമില്ലെങ്കിലും എന്തോ പറയും, പ്രഭാതത്തിലാണെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയും. വിദേശത്ത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ മലയാളികളാണെങ്കിലും ചിലപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് പോയതായിരിക്കും. പോകട്ടെ, ഇവിടെ എന്തുണ്ട് സഹോദരി വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ സഹോദരി പറഞ്ഞു, ഡെന്നിസ എന്തോ വിശേഷമാണ്, എനിക്കൊരു വിശേഷം പറയാനുണ്ട്. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. ടെന്നിസൺ ഇതൊരു പരിഹാസമായി തോന്നി. ഇത് ടെന്നിസൺ അവരോട് പറഞ്ഞു, സഹോദരി ഇതൊരു പഴയ വാർത്തയാണ്, ഇത് എന്തിനാണ് ഇപ്പോഴും പറയുന്നത്? അപ്പോൾ ആ സഹോദരി ടെന്നിസനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സഹോദര, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് പഴയ വാർത്തയാണ്, പുതിയ വാർത്തയാണ്, സദ്വാർത്തയാണ്. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു, അത് പഴയ വാർത്തയാണ്, പിന്നെ പുതിയ വാർത്തയാണ്, സദ്വാർത്തയാണ്. ഈ സദ്വാർത്തയാണ് ഗുഡ് ന്യൂസ്, ഗോസ്പൽ. അതാണ് ലോകത്തെമ്പാടും ഇന്ന് ഏറ്റവും അധികം പുസ്തകങ്ങൾ അത് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പല ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പുസ്തകമാണ് ഈ ഗുഡ് ന്യൂസ്. എന്ത്? സത്യ വേദപുസ്തകം. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ, നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നോ എഴുതി. ഈ വചന ശുശ്രൂഷ എന്തിന് എന്ന ആമുഖ സന്ദേശം ഒരു 5 പോയിന്റ് തന്നുകൊണ്ട് എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. എന്തിനാണ് ഈ വചന സന്ദേശം? യെരമ്യാ പ്രവചനം 15-16 വാക്യത്തിൽ നമ്മുടെ കൂടിവരവിൻ്റെ വലിയ അർത്ഥം അവിടെ വിവരിച്ചിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യെരമ്യാ പ്രവചനം 15-16 വാക്യം. മതി. ഇവിടെ കൺവെൻഷന്റെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എന്താ? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി, പിന്നെ എന്തു ചെയ്യുന്നത്? ഭക്ഷിക്കുന്നു. പള്ളിയിൽ വന്നെന്നും കുർബാന മാത്രമല്ല ഭക്ഷിക്കുന്നത്, പിന്നെ എന്താ? വചനം കൂടെ ഭക്ഷിക്കുന്നു. ദ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് ആൻഡ് ദി ബ്രേക്കിംഗ് ഓഫ് ദി വേർഡ്. അപ്പം നുറുക്കുക മാത്രമല്ല, പിന്നെ വചനം കൂടി വാഴ്ത്തി കൊടുക്കുന്നു. യേശു എവിടെ പോയിരുന്നാലും അവന്റെ പിന്നാലെ വലിയൊരു ജനം അവനെ അനുഗമിക്കുമായിരുന്നു. അവർ ആയിരങ്ങൾ തടിച്ചു കൂടിയപ്പോഴാണ് അവിടെ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്, ഇല്ലേ? അവരെ വിശപ്പോടെ മടക്കി അയക്കുവാൻ യേശുവിന് മനസ്സില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ വചന ശുശ്രൂഷ എന്തിന് എന്ന് 2ാമത്തെ ദിവസത്തിൽ എനിക്ക് ഓർപ്പിക്കുമ്പോൾ, വചനത്തെ കണ്ടെത്തുക, അത് സാധോടുകൂടെ ഭക്ഷിക്കുക. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, പിന്നെ നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമാകും. ഈ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ വാക്യം ഹൃദയവിദ്യകളിൽ കുറിച്ചിടണം. നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമാകുന്നു. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ ആരുളുകദാസരിൻ വരമധികം പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ. ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടണം. ഈ കൂടിവരവിൽ വചനം എന്ന് പറയുന്നത്, വചന പ്രസംഗം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയാണ്, ആരാധന മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടണം. മക്കളെ, വേദപുസ്തകത്തിലെ ആദ്യ വാക്യം ഏതാ?
എല്ലാവർക്കും അറിയാം. ആദ്യത്തെ വാക്യം അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്, അല്ലേ? വേദപുസ്തകത്തിലെ ആദ്യ വാക്യം. അവസാന വാക്യം എന്താ? അല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അതിൻ്റെ അപ്പുറത്തും കൂടെ ഒന്ന് ഓർക്കണം. അവസാനത്തെ വാക്യം ഇവിടുത്തെ വേദപുസ്തകത്തിൽ ഇല്ലേ? സ്വകാര്യ വേദപുസ്തകത്തിൽ അതല്ലേ അവസാനത്തേത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കൺവെൻഷനിൽ വേദപുസ്തകം മൊത്തം പഠിച്ചു, അല്ലേ? ആദ്യത്തെ വാക്യവും അവസാനത്തെ പഠിച്ചെങ്കിൽ ഇടയ്ക്കുള്ള എല്ലാം പഠിച്ചോളൂ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല. നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഹിസ് ഗ്രേസ്. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. കൃപ കൃപയും നന്നാശ്രയമായി. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൂടിവരവിൽ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമാകുന്നു. ദൈവമക്കളെ, നമുക്ക് ഒട്ടനവധി പദവികളുണ്ടെങ്കിലും പ്രധാനമായും 3 പദവികൾ ഞാൻ ഓർക്കട്ടെ. വി ആർ ഓൾ ചൂസൺ ബൈ ഗോഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. രണ്ടാമത്, വി ആർ ഓൾ റിഡീംഡ് ബൈ ദ ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ വചനത്താൽ, ആ വലിയ മുദ്രയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വി ആർ ഓൾ ചോസൺ വൺസ്. വി ആർ ഓൾ റിഡീംഡ് വൺസ്. മൂന്നാമത് പറയുന്നു, വി ആർ ഓൾ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ അഭിഷേകവും മുദ്രയും പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഹൗ ടു യൂസ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ നീ എങ്ങനെ ഈ വചനം ഉപയോഗിക്കണം? ഒന്നാമത്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, യു സെർച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. കൺവെൻഷന്റെ ലക്ഷ്യം 1, യു സെർച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം കണ്ടെത്തണം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. യു സെർച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത് പറയുന്നു, എന്ത്? യു എക്സാമിൻ ദ വേർഡ് ഓഫ് ഗോഡ്. നീ വചനം കണ്ടെത്തണം. നീ വചനത്താൽ നിന്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം. സെൽഫ് എക്സാമിനേഷൻ. സുവിശേഷത്തിലൂടെ നമ്മുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണം. എന്തിനു വേണ്ടി? വചനം കേൾക്കുമ്പോൾ നമ്മെ കാണണം. നമുക്കൊക്കെ കാണുവാൻ, മറ്റുള്ളവരെ കാണുവാൻ കണ്ണുകൾ ശക്തമാണ്. പക്ഷേ നമ്മൾ കാണാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. ആരെയാ? നമ്മെ കാണുന്നില്ല. അപ്പോൾ നമ്മെ കാണുന്നതിന് നമ്മളിലേക്ക് പ്രകാശം, ടോർച്ച് തെളിയിക്കുന്നതാണ് ഈ സുവിശേഷം. അനുഗ്രഹിക്കപ്പെട്ടവരെ, യു സെർച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, യു എക്സാമിൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതേ, സ്വയം പരിശോധന നടത്തുവാൻ നമുക്ക് ഈ വചന കേൾവി ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി, യു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. നീ ദൈവവചനം ധ്യാനിക്കണം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യഹോവയുടെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് ധ്യാനിക്കുവാനാണ് ഈ ദൈവത്തിന്റെ വചനം. നാലാമത്, യു ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. നീ വചനത്തിൽ സന്തോഷിക്കണം, ആനന്ദിക്കണം. 119 സങ്കീർത്തനത്തിന്റെ 50 വാക്യത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുന്നത് എനിക്ക് ആനന്ദമാകുന്നു. വചനത്തിൽ ആനന്ദിക്കണം. അപ്പോൾ 1, വചനം കണ്ടെത്തണം. 2, വചനാടിസ്ഥാനത്തിൽ സ്വയം പരിശോധിക്കണം. പ്രശസ്ത ചിന്തകനായ ജിപ്സി സ്മിത്ത് പറഞ്ഞു,
സുവിശേഷങ്ങൾ 4 5 ഉണ്ടത്. സോഹാറിലുള്ളവരുടെ അഭിപ്രായം എന്താ? എത്ര സുവിശേഷമുണ്ട്? തെറ്റോ ശരിയോ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ട്. ഗോസ്പൽ എത്ര എണ്ണമുണ്ട്? സുവിശേഷം നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ അടുത്തായിട്ട് പറയാതിരിക്കുക. എന്നാലും ധൈര്യത്തോടൊക്കെ പറഞ്ഞു. 4 ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ ഇരിക്കുന്നവരൊന്നും അറിയാം, ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? 4 കറക്റ്റ്. സുവിശേഷങ്ങൾ വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, യോഹന്നാൻ. നിങ്ങൾ പറഞ്ഞത് ശരി. ചിലയിടത്ത് ഒന്നുകൂടെ ചോദിച്ചാൽ അവർ പറയാ അല്ല, ഒത്തിരി ഉണ്ടെന്ന് പറയും. ഒരിക്കല് നമുക്ക് ഈ നമ്മുടെ സംവിധാനത്തിലും കത്തോലിക്കയിലും ഒക്കെ വിവാഹത്തിന് ഒരു കാര്യമുണ്ട്. ഇപ്പം കൗൺസിലിംഗ് കമ്പൽസറിയാണ്. വിവാഹത്തിന് മുമ്പ് കുമ്പസാരിച്ച് കുർബാന കൊള്ളണം. അപ്പോൾ അത് ചിലർക്കൊക്കെ ഒരു വലിയ കടമ്പയാണ്, കുമ്പസാരിക്കണമെന്ന് പറയും. അപ്പോൾ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അച്ഛന്മാർ അടുത്ത് പല കാര്യങ്ങളും പറയും. അച്ഛൻ ചോദ്യമൊക്കെ ചോദിക്കും. അങ്ങനെ കുമ്പസാരിക്കാൻ ഒരു ചെറുക്കൻ ആദ്യമായിട്ട് വരിക കല്യാണത്തിന്, അല്ലേ? കല്യാണത്തിന് മാത്രമായിട്ട് ആദ്യം കുമ്പസാരിക്കുന്നവരും കാണും. പോകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളപ്പോഴൊക്കെ കുമ്പസാരിക്കണം, അല്ലേ? സഭ കൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ആത്മീയ അനുഭവമാണ്. യവൻ കുമ്പസാരിക്കാൻ വന്നപ്പോഴേ അച്ഛന് ഇച്ചിരി ചൂടനും ഇച്ചിരി റഫായിട്ടുള്ള ഒരാളുമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, എടാ കൽപ്പന എത്രയുണ്ട്? അച്ഛൻ ചോദിച്ച എടാ വന്നത് ഗ്രഹപ്പഴയായിപ്പോയി. അച്ഛന് ചോദിക്കുക കൽപ്പന എത്ര ഉണ്ട്? 100 എണ്ണം ഉണ്ടച്ചോ. എത്ര ഉണ്ട്? 100. ആഹാ കൊള്ളാം. നീ കല്യാണം കഴിക്കാൻ വന്നിരിക്കുക, കൽപ്പന എത്ര ഉണ്ടെന്ന് നിനക്ക് അറിയാമോ? പോയി പഠിച്ചിട്ട് വാ. ഇപ്പോഴെങ്ങാണുമായിരുന്നെങ്കിൽ ഇപ്പം അച്ഛനെ ചാടിച്ചനെ. പോട്ടെ, അവര് ഇനി പഠിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ വേറൊരുത്തം വരുന്നു. അവൻ്റെ ആവശ്യം എന്തോ? അവന് കല്യാണത്തിന് വരിക. അപ്പോൾ യവൻ ചോദിച്ചു, നീ എവിടെ പോവുക? അപ്പം പറഞ്ഞു, പള്ളിയിൽ പോവുക. എന്തിനാ? കല്യാണം ഉപസാരിക്കണം. എടാ അച്ഛന് വല്ലാത്തൊരു പുള്ളിയാണ്. അച്ഛന് നിന്നോട് ചോദ്യമൊക്കെ ചോദിക്കും. എന്നോട് ചോദിച്ചു കൽപ്പന എത്ര ഉണ്ടെന്ന്. എടാ കൽപ്പന എത്ര ഉണ്ട് യഥാർത്ഥത്തിൽ? 10 എണ്ണം ഉണ്ട്. കൊള്ളാം. ഞാൻ 100 വരെ പറഞ്ഞിട്ട് അച്ഛന് സമ്മതിക്കുന്നില്ല. നീ ഇനി 10 പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ശരി. ഞാനിത് പറഞ്ഞത് അല്പം ആലങ്കാരികമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും സുവിശേഷങ്ങൾ 4. ജിപ്സി സ്മിത്ത് പറഞ്ഞു സുവിശേഷങ്ങൾ 4 അല്ല 5 ഉണ്ട്. ആരാണ് ഈ 5ാമത്തെ സുവിശേഷം? You are the 5th gospel that people often read. നീയാണ് 5ാമത്തെ സുവിശേഷം. നിന്നെ ഈ ജനം നോക്കി വായിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. അതെ, ഈ വചന കേൾവിയുടെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. You search the word of God. You examine the word of God. You meditate the word of God. You delight in the word of God. Last, you declare the word of God. പണ്ടൊക്കെ ഈ തെരുവുകളിലൊക്കെ നിന്ന് നമ്മുടെ പിതാക്കന്മാർ വചനം പറയുമായിരുന്നു, അല്ലേ? പരസ്യ യോഗങ്ങൾ. ഭാഗ്യസ്മരണാനുഭവത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമായിരുന്നു അത്. പല ഉപദേശിമാർ, സാധു കൊച്ചുഞ്ഞു ഉപദേശി മർത്തോമാ സഭയിലെ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം എത്ര സാക്ഷ്യം നിറഞ്ഞതായിരുന്നു. അവരുടെയൊക്കെ ത്യാഗം, ഒരു ചെരുപ്പില്ലാതെ, ഭക്ഷണമില്ലാതെ, ഒരു സഞ്ചിയും പിടിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് ഒരു വേദപുസ്തകം മാത്രം കയ്യിലെടുത്ത് എത്രയോ പേരെ അവർ മാനസാന്തരപ്പെടുത്തി. അവർ വചനം പ്രഖ്യാപിക്കുകയായിരുന്നു, പ്രഘോഷിക്കുകയായിരുന്നു. ആസ് എ ക്രിസ്ത്യൻ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ വചനം ലോകത്തോട് പറയേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ കുരിശ് ധരിച്ച് മാത്രം പോവുകയല്ല, മറിച്ച് നമുക്കൊരു സാക്ഷ്യം കിട്ടണം ലോകത്തിൻ്റെ മുമ്പിൽ. ഡോക്ടർ രാധാകൃഷ്ണൻ പണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ചൊരു വലിയ സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞ അറിയാമോ? In olden days there were golden Christians with a wooden cross. പണ്ട് സ്വർണം പോലെ തിളങ്ങുന്ന മരക്കുരിശ് ധരിച്ചുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. But today we can find wooden Christians with a golden cross. അത് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും സാക്ഷ്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 5 കാര്യങ്ങൾ വചന ശുശ്രൂഷയുടെ ആമുഖമായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു എന്ന് മാത്രം.
അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേട്ടെ. ആരെങ്കിലും എടുത്തത് വായിക്കുന്നത് നല്ലതായിരിക്കും. മതി. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതാനുഭവം എങ്ങനെയായിരിക്കണമെന്നാണ് അടിവരയിട്ട് ഓർപ്പിക്കുന്ന വേദഭാഗമാണ് പൗലോസ്ലീഹ നിജശിഷ്യനായ തിമോത്തിയോസിലൂടെ ഓർപ്പിക്കുന്നത്. അനവധി തവണ ഉരുവിട്ടുള്ളതും കേട്ടുള്ളതുമായ വേദഭാഗമാണെങ്കിലും ഇതിൽ നിന്ന് 4-5 ചിന്തകൾ ചുരുക്കമായി ഞാൻ അക്കമിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഇവിടെ ഓർപ്പിക്കുന്നത് എന്താ പറയുന്നത്? അല്ലയോ ധനവാന്മാരെ, ഇല്ലേ? ആദ്യ ഭാഗം ഒന്നുകൂടെ വായിച്ച്. ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക. അതിൽ നിന്ന് എനിക്ക് തരുവാനുള്ള ഒന്നാമത്തെ സന്ദേശം നമ്മുടെ ഭാവങ്ങളെ പാവനമാക്കുക. നമ്മുടെ ഭാവങ്ങളെ എന്താക്കുക? പാവനമാക്കുക, പരിശുദ്ധമാക്കുക. പലപ്പോഴും വലുതാകണമെങ്കിൽ ഒന്ന് ചെറുതാകണം. താഴ്ന്നു കൊടുക്കുന്നവനാണ് ശക്തിയുള്ളവനെന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു ഉപകരണമുണ്ട്. ഏതെന്ന് നിങ്ങൾക്ക് പറയാമോ? ഏറ്റവും താഴ്ന്നു കൊടുക്കുന്നവനാണ് കൂടുതൽ കരുത്തുള്ളവനെന്ന് കാണിച്ചു കൊടുക്കുന്ന നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. എന്താ അതിൻ്റെ പേരെന്നറിയാമോ? ത്രാസ്. കറക്റ്റ് ഇല്ലേ? ഭാരം കൂടുള്ളവനാണ് താഴ്ന്നു കൊടുക്കുന്നത്. നമ്മുടെ മാനങ്ങളും പദവികളും സ്ഥാനങ്ങളും അധികാരങ്ങളും ധനങ്ങളും മാനങ്ങളും നമ്മെ എന്താക്കി മാറ്റണം? വിനയാന്വിതരായി തീർക്കണം. അത് നമ്മൾ വിനയമുള്ളവരാകണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. 1 കൊരിന്ത്യർ 10:12 വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. എന്താ പറയുന്നത്? ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം, ഞാൻ ഇത്രേ പറയത്തുള്ളൂ, വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇതൊക്കെ നമ്മുടെ ഹൃദയഭിത്തികളിൽ കുറിച്ചിടേണ്ട വാക്യങ്ങളാണ്. എത്രയോ ബാല്യക്കാർ കൊഴിഞ്ഞു വീണപ്പോൾ, എത്രയോ യൗവനക്കാർ ഇടറിപ്പോയപ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതെ, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? എന്തെല്ലാം അനർത്ഥങ്ങളും വേദനകളും ദുഃഖങ്ങളും നമ്മെ കാണുമാറാക്കിയ ദൈവം ഇന്നും നമ്മളെ ജീവിപ്പിക്കുന്നു, അല്ലേ? പാട്ടുകാരൻ പാടി, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും. കുർബാന ചെല്ലുന്ന പട്ടക്കാരൻ കുർബാനയുടെ സമാപന രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞ് അർത്ഥവത്തായ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് നിങ്ങളോട് ഒന്ന് കേട്ടിരിക്കണം, നിങ്ങൾ കേട്ടിട്ടില്ല. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ ബലിപീഠമേ, നീ സമാധാനത്തോടെ വസിക്കുക. ഇനിയും നിന്റെ സന്നദ്ധിയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. സ്വർഗീയ കടിഞ്ഞൂലുകളുടെ സഭയിൽ വെച്ച് കർത്താവേ, നിന്നെ കാണുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് പട്ടക്കാരൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ആർക്കാണ് അടുത്ത നിമിഷം ആരോഗ്യത്തോട് ഈ ഭൂമിയിൽ കാണപ്പെടുമെന്ന് പറയുവാൻ കഴിയുന്നത്?
മരണം വന്ന് വാതിൽക്കൽ നിൽക്കുന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും അനവധി കാണുന്നു. വീഴാതെ വീഴ്ത്താതെ ദൈവം നമ്മെ കാത്ത് സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ആർന്നൂറ്റിമംഗല ഇടവകയിലെ പ്രിയ ബിന്ദു വലിയ യാത്ര ചെയ്തുകൂടെ വന്നു. അമ്മയും കൊണ്ട് പിതാവിൻ്റെ പെൻഷൻ പേപ്പറുകളൊക്കെ ശരിയാക്കുവാൻ അവിടെ പോയതാണ്. പെട്ടെന്ന് ഒരു ശാരീരിക അസ്വസ്ഥത വന്നു. അവർ വൈദ്യശാസ്ത്രം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലോട്ട് പോലും വരാനൊക്കത്തില്ല, ചികിത്സ ഇത്ര മിനിറ്റിനുള്ളിൽ നടക്കണം. ഹൃദയശസ്ത്രം നടത്തി. ആ മാതാവ് എന്നും ദേവാലയ ആരാധനയിൽ വ്യാപൃതയാണ്. അവിടെ വെച്ച് ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു. ഒരു മകളെന്ന നിലയിൽ പ്രിയ മകൾക്കും മകനും ആ സമയത്തുണ്ടായത് അമ്മയുടെ നന്മ. അവർക്ക് കൂടെ നിന്ന് പരിചരിക്കാനിടയായി. അവർ ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ പറയാൻ വന്നത്, ഒരു പ്രശ്നവുമില്ലാതെ യാത്ര തിരിച്ചതാണ്. അതെ, ഈ നിൽക്കുന്ന എൻ്റെ അവസ്ഥ നാളെ അടുത്ത നിമിഷം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മക്കളെ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു. കൈനീയായിട്ട് പറഞ്ഞല്ല, ദൈവവചനമാണ്. എൻ്റെ ദൈവം 2026 ഈ ദിനത്തിലേക്ക് നമ്മെ വിളിച്ചു വരുത്തി. ഇന്ന് ഞാൻ പ്രിയ കാഴ്ചൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് പോയി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒത്തിരി സംസാരങ്ങളിടയിൽ എന്നെ വളരെ സ്പർശിച്ചു. അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ക്രിസ്റ്റിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 2026 കാണുവാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തന്നു. അതെ, അദ്ദേഹവും ഇതുപോലെ ഒരു ചികിത്സയിൽ കൂടെ കടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നോടൊപ്പം അതെ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കുർബാന 3 മേൽ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ജോൺ പണിക്കർ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു സാക്ഷ്യ മനുഷ്യൻ. അദ്ദേഹം അങ്ങനെ വിശ്രമിക്കുമ്പോൾ തലയ്ക്കൊരു പരിപ്പ് വന്നു. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തലയ്ക്ക് ഒരു സ്റ്റെൻറ്റ് ഇട്ടു. ആ സ്റ്റെൻറ്റിൻ്റെ ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ലൈഫ് ഈസ് വെരി ഷോർട്ട്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഈ ലഭിച്ചിരിക്കുന്ന ഈ അല്പകാലം അതെത്ര വയസ്സെന്നോ എങ്ങനെയെന്നോ നമുക്കറിഞ്ഞുകൂടാ. അച്ഛനും പറയുന്നതായിരിക്കാം, വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ കർത്താവേ, എപ്പോഴോ എവിടെയോ എങ്ങനെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ അന്ത്യമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ലൈഫ് ഈസ് വെരി ഷോർട്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? 5 കാര്യങ്ങൾ ഓർക്കുക. യു ബ്രേക്ക് യുവർ സില്ലി ഈഗോസ്. നമ്മുടെയൊക്കെ പ്രശ്നം ഈഗോസാണ്. ജീവിതം വളരെ ചുരുക്കമാണ്. അപ്പനോടുള്ള പിണക്കം, അമ്മയോടുള്ള പിണക്കം, ജീവിത പങ്കാളിയോടുള്ള പിണക്കം, ഇടവകാംഗങ്ങൾ തമ്മിലുള്ള പിണക്കം, ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നിനക്ക് കോപിക്കാം, പക്ഷേ സൂര്യാസ്തമനത്തിന് മുമ്പ് നീ അത് തീർത്തിരിക്കണമെന്ന് വചനം പറയുന്നു. യു ബ്രേക്ക് യുവർ സില്ലി ഈഗോസ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഫസ്റ്റ്, യു ബ്രേക്ക് യുവർ സില്ലി ഈഗോസ്. സെക്കൻഡ്, ഫോർഗീവ് ക്വിക്ക്ലി. പെട്ടെന്ന് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒരു മനസ്സുണ്ടാകണം. വൈരാഗ്യവും വാഞ്ചനയും പാകയും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ BP കൂട്ടുന്നത്, അല്ലേ? വെറുപ്പും വൈരാഗ്യവും സ്പർദ്ധയും ശാഠ്യവും ഒക്കെ. 3ാമത് പറയുന്നു എന്ത്? ലവ് ട്രൂലി. ലവ് ട്രൂലി. ആത്മാർത്ഥമായി സ്നേഹിക്കുക, ഹൃദയംഗമായി സ്നേഹിക്കുക. ലൈഫ് ഈസ് വെരി ഷോർട്ട്. 4ാമത് പറയുന്നു ബിലീവ് സ്ട്രോങ്ലി. ശക്തമായി ഉറപ്പോടെ വിശ്വസിക്കുക, എന്നെ കരുതുന്നവൻ എൻ്റെ പടകിലുണ്ട്. 5ാമതായി ലാഫ് ലൗഡ്ലി. ഉറക്കെ ചിരിക്കുക കേട്ടോ. അസ്ഥാനത്ത് പോയി ചിരിക്കരുത്. ആളുകൾ പറയും കുഴപ്പം വല്ല ഉണ്ടെന്ന് പറയും. നമ്മുടെ ഈ BPയും അനുബന്ധമായ അസുഖങ്ങളൊക്കെ പറയുന്നത് എന്തോന്നറിയാമോ? നല്ലതുപോലെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക. ചിരി ഒരു ഔഷധമാണ്. അപ്പോൾ നമുക്ക് പരസ്പരം ഇപ്പം നമ്മുടെ രാജ്യത്തോ ഇവിടെ ചിരി മത്സരമുണ്ട്, അല്ലേ? കാര്യം എല്ലാവരും ധൃതി പിടിച്ച ജീവിതത്തിൽ ഒന്ന് ചിരിക്കുവാൻ മാത്രം മറന്നു പോകുന്നു. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ലൈഫ് ഈസ് വെരി ഷോർട്ട്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമുക്കാർക്കും നമ്മുടെ അന്ത്യത്തെക്കുറിച്ച് പ്രവചിപ്പാൻ കഴിയുകയില്ല. ഞാൻ വിനയപ്പെടണമെങ്കിൽ, എൻ്റെ ഭാവങ്ങൾ പാവനമാകണമെങ്കിൽ 3 അക്ഷരമുള്ള ഒരു വാക്ക് എപ്പോഴും ഓർത്താൽ മതി. ഏതായിരിക്കും ആ അക്ഷരം?
മരണം. മരണം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഹങ്കരിപ്പാൻ കഴിയില്ല. മരണം എല്ലാവരും പേടിക്കുന്ന ഒരു ജീവിതാനുഭവമാണ്. അതെ, ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഭക്തനായ മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, ദൈവമേ, ലോകത്തിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളും മരിക്കണം, ഞാൻ മരിക്കാൻ തയ്യാറാണ്. പക്ഷേ മരണം വരുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് എനിക്ക് തരണം. പക്ഷെ എന്തൊരു ആവശ്യമാത് അല്ലേ? മരണത്തിന് മുമ്പ് നീ എനിക്ക് മുന്നറിയിപ്പ്. എന്തിനാ മോനെ നീ ആ മുന്നറിയിപ്പ് ചോദിക്കുന്നത്? എനിക്ക് അതുവരെയൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചതാണ്. ഒന്ന് ഒരുങ്ങുവാൻ, ദൈവസന്നിധി കുറ്റമില്ലാത്തവനായിട്ട് ചെല്ലുവാൻ എനിക്ക് കഴിയണം. ഒരു മുന്നറിയിപ്പ് തരണം, ഒരു മുന്നറിയിപ്പ് തന്നാൽ മതി. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഒന്നല്ലടാ, നിനക്ക് 3-4 മുന്നറിയിപ്പ് ഞാൻ തരാം. ഇവൻ സന്തോഷിച്ച് അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവനങ്ങ്, ഈ പ്രസംഗം ഞാൻ പറഞ്ഞപ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവനങ്ങ് എന്തായിപ്പോയി. ഞാനൊരു പ്രസംഗ സദസ്സിൽ ചോദിച്ചു, മുമ്പിരുന്ന ഒരു കൊച്ചും പറഞ്ഞു, പെട്ടെന്ന് അവനങ്ങ് വടിയായിപ്പോയി. പിള്ളേരുടെ ഭാഷയാണല്ലോ. പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ഇവൻ മരിച്ച് എവിടെ ചെല്ലുന്നു? തമ്പുരാൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ട്, പണ്ട് വാക്ക് പറഞ്ഞ ആളവിടെ നിൽക്കുന്നു. നമ്മുടെ സ്വകാര്യ ഭാഷയായിരിക്കും, അന്നേരം പല ഭാഷയും പറഞ്ഞേനെ. പക്ഷേ എവിടാ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവർ ചൂടാവണമെന്നുണ്ട്, പല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. തമ്പുരാനെ, ഞാൻ മനസ്സിലാക്കിയ നീ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. പക്ഷെ നീ പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞ് ഞാൻ ഒരു കാര്യം, ഒരു സിംറ്റം ചോദിച്ചപ്പോൾ നീ പറഞ്ഞ് 4 സിംറ്റം തരാമെന്ന്. പക്ഷേ നീ ഒന്നും തരാതെ എന്നെ ആ സമയത്ത് അങ്ങ് വിളിച്ചല്ലോ. എന്താണ് ഈ നെറികേട് കാണിച്ചത്? മക്കളെ, മോനെ, ഞാൻ പറഞ്ഞ 4 സിംറ്റവും കാണിച്ചു തന്നു. എപ്പോഴാ തമ്പുരാനെ? ഒന്ന്, മക്കളെ, നീ ഇങ്ങനെ വർഷങ്ങൾ പോയപ്പോൾ നിന്റെ മുടിയൊക്കെ ഒന്ന് വെളുത്തു തുടങ്ങി. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു. നീ എന്തോ ചെയ്തു? നിങ്ങൾക്കറിയാം, മണി അറിയാം. നീ പെട്ടെന്ന് പോയി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ച് നീ അങ്ങ് കറപ്പിക്കാൻ തുടങ്ങി. അങ്ങ് ആളങ്ങ് സുന്ദരനായി. അപ്പോൾ നീ പ്രായത്തെ കീഴടക്കി. അത് ചെയ്തതോ ചെയ്യാത്തതോ തെറ്റോ ശരിയെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ചെയ്തെങ്കിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അടുത്ത സമയത്ത് നമ്മുടെ ഒരു കക്ഷി പോയി ഒന്ന് ഡൈ ചെയ്തു. അദ്ദേഹം പിന്നെ 2-3 ദിവസം അതിൻ്റെ അലർജി പോയി അവിടെ പോയി കിടക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നു. അത് നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എൻ്റെ വിഷയമല്ല. അപ്പോൾ മോനെ, ഞാൻ നിനക്ക് ആദ്യത്തെ സിംറ്റം പറഞ്ഞു തന്നു. ആ, ശരിയായിരുന്നു. അപ്പം നോക്കിയപ്പോൾ തലയൊക്കെ നരച്ചിട്ടുണ്ട്. ഭർത്താവ്, രണ്ടാമത്തെ എന്തുവായിരുന്നു കാര്യം? മക്കളെ, നിന്റെ തൊലിയൊക്കെ ഒന്ന് ചുളുങ്ങാൻ തുടങ്ങി, മുഖമൊക്കെ ഇങ്ങനെ പാത്തിയൊക്കെ വീഴാൻ തുടങ്ങി. നീ പക്ഷെ അവിടെ എന്നെ തോൽപ്പിച്ചു. നീ എവിടെ പോയി? നിങ്ങൾ പറയുന്നുണ്ട്, പിന്നെ എന്താ ഇവിടെ ഞാൻ? നീ പോയി കാശുമൊക്കെ ചിലവാക്കി ഏഷ്യയിലൊക്കെ ചെയ്ത് ഈ വടുവുകളും പാത്തിയും കുന്നും എല്ലാം നീ നിരത്തി റെഡിയാക്കി സുന്ദരിയുമായി. ശരിയാണ് കർത്താവേ. മൂന്നാമത്തെ എന്തായിരുന്നു സിംറ്റം? അപ്പോൾ പറഞ്ഞു, എന്താ മോനെ, നിന്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു വന്നില്ലേ? ഇപ്പം പ്രായമാവണമെന്നൊന്നുമില്ല. അപ്പം നീ അവിടെ എന്നെ തോൽപ്പിച്ചു. നീ എന്തു ചെയ്ത്? നല്ല പവർഫുൾ കണ്ണടയൊക്കെ വെച്ച് നീ ശക്തമായി മുന്നോട്ട് വന്നു. ആഹാ, ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുന്നറിയിപ്പുകൾ. നാലാമതെന്തുമായിരുന്നു കർത്താവേ? എൻ്റെ മോനെ, ഇപ്പം എത്ര പല്ലുണ്ട് നിനക്ക്? നിന്റെ പല്ലൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയില്ലേ? പ്രായം കൊണ്ടല്ല, ചിലപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടും പല്ല് ചിലപ്പോൾ പോകും. നിന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ നീ എന്നെ അവിടെയും തോൽപ്പിച്ചു. നീ എന്തോ ചെയ്ത്? നീ പോയി നല്ല വില കൂടിയ പല്ലുകളൊക്കെ വെച്ച് നീ എന്നെ തോൽപ്പിച്ചു. അല്പം ആലങ്കാരികമായി ഞാൻ പറയുന്നുവെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. എപ്പോൾ, എവിടെ, എങ്ങനെ ദൈവഹിതത്തിന് നീ രോഗിയായി മരിക്കുന്നെങ്കിൽ നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. പക്ഷേ നിന്റെ മരണം പാപിയായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ ഭയാനകമാണ്. അതാണ് പിതാക്കന്മാർ പാടിയത്, ഞാൻ എൻ പാപത്തിൽ ചാവാൻ
ഇടയാകരുതയ്യോ നാഥ. അല്ലേ? എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ അജമോ മാടോ ചെങ്ങാലിയോ. സമയപരിമിതി കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ പാവങ്ങളെ പാവനമാക്കുക. നമ്മളാരും ഇവിടെ നമ്മൾ സോഹാറിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? പ്രവാസികൾ. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മൾക്കൊരു വിസ കിട്ടി, ഒരു ജോലിക്കുള്ള പെർമിറ്റ് കിട്ടി, കുറേ നാളത്തേക്ക് ഇവിടെ ജോലി ചെയ്യണം. നമ്മുടെ പ്രവാസകാലം തീരുമ്പോൾ, ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ നാം എവിടേക്ക് പോകുന്നു? നാട്ടിലേക്ക് പോകുന്നു. നമ്മളൊക്കെയും വചനം പറയുന്നു അന്യരും പരദേശികളുമാണ്. അവിടെ നിന്ന് നമ്മൾ നിത്യമായൊരു ഭവനത്തിലേക്ക് യാത്ര പോകേണ്ടവരാണ്. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ആ കാര്യങ്ങളുമായി എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. പെരുമ്പടം ശ്രീധരൻ്റെ സങ്കീർത്തനം എന്ന സാഹിത്യ സൃഷ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു വഴിയാത്രക്കാരൻ നടന്ന് ക്ഷീണിച്ച് വഴിവക്കിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞാനും നിങ്ങളും പരസ്പരം ചോദിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ഇവിടം വരെ വന്നു? ഒരു ദിവസം കൊണ്ട് നീ ഇവിടെ എത്തിയതല്ല. അതിൻ്റെ പിന്നിൽ അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമുണ്ട്. ഒരിക്കൽ കബീർ എന്ന് പറയുന്ന ഭിക്ഷക്കാരൻ ഒരു വീട്ടിൻ്റെ വാതിൽക്കൽ നിന്ന് ബെല്ലടിച്ചപ്പോൾ അവർ ഭക്ഷണം, ചോറ് കൊണ്ടുവന്ന് അവൻ്റെ ഭിക്ഷപാത്രത്തിൽ കൊടുത്തു. അപ്പോൾ കബീർ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് വിശപ്പിന് ഭക്ഷണം ഞങ്ങൾ തന്നല്ലോ, നീ എന്തിനാണ് കരയുന്നത് സഹോദര? അപ്പോൾ വിദ്യാവിഹീനനായ ഭിക്ഷക്കാരനായ കബീർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ഈ ചോറ് കൈകളിൽ ഏന്തിയപ്പോൾ ഈ ചോറ് ഞാൻ ഭക്ഷിക്കുവാൻ തക്കവണ്ണം നിലം ഉഴുതവരുണ്ട്, കട്ടയടിച്ച് നിരപ്പാക്കിയവരുണ്ട്, വിത്ത് വിതച്ചവരുണ്ട്, നനച്ചവരുണ്ട്, വളമിട്ടവരുണ്ട്, കൊയ്തവരുണ്ട്, മെതിച്ചവരുണ്ട്, അതേ അരിയായി പാകം ചെയ്തവരുണ്ട്. ഈ ചോറ് ഞാൻ കഴിക്കുമ്പോൾ ഇതിനു വേണ്ടി അധ്വാനിച്ച എത്രയോ പേര് ഇതിൻ്റെ പിമ്പിലുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ സോഹാറിൻ്റെ മണ്ണിൽ വന്ന് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നേടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മുണ്ട് മുറുക്കി ഉടുത്ത് കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു മുൻതലമുറയിൽ നിങ്ങളുടെ പിതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടെ സ്മരിക്കേണ്ടതാണ്. മക്കളെ, നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാലിന്റെ സൗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തെ മറന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ ഓരോ നിലയിലും അവസ്ഥയിലും അനുഗ്രഹത്തിലും എത്തുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്. ആ ചിന്തയുമായി ബന്ധപ്പെട്ട് പെരുമ്പട ശ്രീധരന്റെ വഴിയാത്രക്കാരൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആരാണ്? ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കണം. കപ്പൽ മുങ്ങിത്താഴുന്നു, പ്രകമ്പനം കൊള്ളുന്നു, കാറ്റടിക്കുന്നു. ദൈവത്തിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, മറ്റവനോട് ചോദിക്കുന്നു, നീ ആരാണ്? നീ ഏത് ദേശക്കാരനാ? ആരോടാ ചോദിക്കുന്നത്? യോനായോട്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ആകാശവും ഭൂമിയും കരയും കടലും സൃഷ്ടിച്ച ദൈവത്തെ പൂജിച്ചു വരുന്ന യഹോവയുടെ മകനാണ്. പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശം, അല്ലേ? അവൻ തെക്കോട്ടെന്ന് പറയുമ്പോൾ വടക്കോട്ടോട്ട് പോവുകയാണ്. അതെ, കാറ്റും കടലും തമ്പുരാനെ അനുസരിക്കുമ്പോൾ സ്വന്തം പ്രവാചകൻ അവനെ ധിഖരിച്ച് യാത്ര ചെയ്യുന്നു. ഡിസ്ഒബീഡിയൻസ് ആൻഡ് ഡിസാസ്റ്റർ, അനുസരണക്കേടിന്റെ നാടുകടത്തൽ അവൻ അനുഭവിക്കുകയാണ്. ആര് നിമിത്തം ഈ അബദ്ധം, ഈ വീഴ്ച നമുക്കുണ്ടായിരിക്കുന്നു? അതാണ് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം. എൻ്റെ ഭവനത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പള്ളിയിൽ ഇന്നുണ്ടായിരിക്കുന്ന അസമാധാനവും പരാജയവും ആര് നിമിത്തം? ഞാൻ മുഖാന്തരമാണോ? അതെ, എന്നെ നിങ്ങളെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുക. അതെ, ദൈവത്തെ അനുസരിക്കേണ്ടവൻ ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുമ്പോൾ അഗാധ ഗർത്തങ്ങളിലേക്ക് എറിയപ്പെടുന്ന ഒരു അനുഭവമുണ്ട് എന്ന് ദൈവമക്കളെ തിരിച്ചറിയണം. പക്ഷേ കരുണയുള്ള ദൈവം അവനെ സംരക്ഷിക്കുവാനായി ഒരു മത്സ്യത്തെയാക്കി.
ദൈവം യോനയോട് പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ അവനോട് പറഞ്ഞത്? 1, യു എവേക്ക്, നീ ഉണരുക, നീ ഉണരുക. 2, യു എറൈസ്, നീ എഴുന്നേൽക്കുക. 3, ഗോ ടു നിനവേ, നിനവയിലേക്ക് പോകുക. ക്രൈ എഗൻസ്റ്റ് ഇറ്റ്, അതാണ് 4ാമത്തെ കാര്യം. ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ സുഖിപ്പിച്ച് പ്രസംഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ? ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് ദോഷകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും, അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാക്ക് ചെയ്യണം അല്ലേ? ഇവിടെ യോനായോട് പറഞ്ഞ 4 ദൗത്യം ഇതായിരുന്നു: യു എവേക്ക്, അറൈസ്, ഗോ ടു നിനവേ, ക്രൈ അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പോൾ നിനവേ അനുതപിക്കുകയില്ല അറിയാവുന്ന ആ പ്രവാചകനാണ് തർസീസിലേക്ക് യാത്ര പോകുന്നത്. പക്ഷേ ദൈവം അവനെ പിടിച്ചു. ദൈവം ചിലപ്പോൾ നമുക്ക് അവസരങ്ങളൊക്കെ തരും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ എടുത്തോളം ഒറ്റ അങ്ങ് എറിയും. ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല, ദൈവത്തിനല്ലാതെ. അതുകൊണ്ട് ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം. പ്രാർത്ഥിക്കുവാൻ, പള്ളിയിൽ വരുവാൻ, വചനം വായിക്കുവാൻ കഴിവുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യണം. ഇതിനൊന്നും നമ്മുടെ ഈ വലിയ പുസ്തകത്തിലെ ചെറിയ കറുത്ത അക്ഷരങ്ങൾ കാണുവാൻ നമ്മുടെ കണ്ണിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരും. അന്ന് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ചാലും സാധ്യമാകുകയില്ല. അതെ, അവൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അവൻ പ്രാർത്ഥിച്ചു അല്ലേ? സങ്കടത്തോടെ പ്രാർത്ഥിച്ചു. അവനെ കരയ്ക്കൊണ്ടെന്ന് അടുപ്പിക്കുന്നു. അവിടെ ഒരു ആവണക്കിനെ കൽപ്പിച്ചു കൊടുക്കുന്നു അല്ലേ? ഒരു പുഴുവോടെ. എന്തെല്ലാം മൃഗങ്ങളാണ് ഇല്ലേ? എന്തെല്ലാം അനുഭവങ്ങളാണ്! 1 ഒരു മത്സ്യം, 2 ഒരു ആവണക്ക്, 3 ഒരു പുഴു. ഈ 3ഉം സൃഷ്ടിതാവിനെ അനുസരിക്കുന്നു. പക്ഷേ സൃഷ്ടി മത്സരിക്കുന്നു. കളതന്റെ ഉടയവന്റെ, കഴുത തന്റെ യജമാനന്റെ, ഉൾത്തൊട്ടി അറിയുന്നല്ലോ, എന്റെ ജനം അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട്. മത്സ്യവും ആവണക്കും പുഴുവും സൃഷ്ടിതാവിനെ അനുസരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകൻ മറുത്തു നിൽക്കുന്നു. ദൈവത്തോട് മറുത്തു നിൽക്കുവാൻ നമ്മളൊന്നുമല്ല. ഭാവങ്ങളെ പാവനമാക്കുക. 2ാമത് പറയുന്നു, സകലവും ധാരാളമായി അനുഭവിക്കുവാൻ അവസരം നൽകുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 2ാമത് എനിക്ക് തരുവാനുള്ള സന്ദേശം, സർവേശ്വരനോടുകൂടെ സഹവസിക്കുക. സർവശക്തനായ ദൈവത്തോടുകൂടെ നീ വസിക്കുക. സർവേശ്വരനോടുകൂടെ സഹവസിക്കുക. വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്, ലൈഫ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം അനുഭവിപ്പാൻ അവസരം തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുക. നമുക്ക് പണ്ട് എല്ലാവരുടെയും പ്രശ്നം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരുന്നു. തമ്പുരാൻ ഇതെല്ലാം നമുക്ക് മാറ്റിത്തന്നു. കഴിക്കാനില്ലായിരുന്നുള്ളായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ പ്രശ്നം. ഉടുതുണിക്ക് മറുതുണിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. പള്ളിയിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഒറ്റമുണ്ടും ഉടുത്ത് ഒരു മറച്ചുകൊണ്ട് തോർത്തുമൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന പിതാക്കന്മാർ വരെ പണ്ട് പ്രായമുള്ളവരുണ്ടായിരുന്നു. അവരുടെ ചെരുപ്പ് തടി കൊണ്ടുള്ള മെതിയടിയായിരുന്നു. അവിടെ നിന്നാണ് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സമാധാനത്തോടെ അവനെ ആരാധിക്കുവാനാണ്. സദൃശ്യവാക്യം 17:1 പറയുന്നു, എന്ത്? കലഹത്തോടുകൂടിയ യാഗഭോജനത്തേക്കാൾ എന്ത്? സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം
ഉണങ്ങിയ അപ്പം നല്ലത്. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഭവനത്തിൽ നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ എന്തോ പ്രയോജനമാണ്, അല്ലേ? എത്ര ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കഴിക്കുമ്പോൾ അതിന് രുചി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കാഴ്ചകളിൽ മതിമറക്കാതെ, ഉയർച്ചകളിൽ വിട്ടോടിപ്പോകാതെ സർവേശ്വരനോടുകൂടെ സഹവസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഒരു വാക്യം നിങ്ങൾ കുറിച്ചിട്ടിരിക്കണം. സദൃശവാക്യം 30:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 30:7 മുതൽ 9 വാക്യങ്ങൾ. ശലോമോന്റെ പ്രാർത്ഥനയാണത്. എന്ത്? 2 കാര്യങ്ങൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം യഹോവേ എനിക്ക് നിരോധിക്കരുത്. പിന്നെ എന്താ? ദാരിദ്ര്യവും ഭോഷ്കും എന്നോട്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. അത് നല്ല പ്രാർത്ഥനയാണ്. വ്യാജവും ഭോഷ്കും ഇല്ലാതെയുള്ളൊരു ജീവിതം. പിന്നെ എന്താ പറയുന്നത്? ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുത്. നമ്മൾ ചുമ്മാതെ പറയുക അത്, അല്ലേ? നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ സമ്പത്ത് വേണ്ട എന്ന്? ഒന്നും വേണ്ടാന്ന് പറയും. ആരും എന്താ വേണ്ടെന്ന് പറയും? ദാരിദ്ര്യം തരരുതേ, എനിക്ക് വേണ്ടതെല്ലാം തരണേ എന്ന് പറയും. ഇവിടെ പറയുന്നു ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുതേ. എന്താ ഇത് രണ്ടിന്റെയും പ്രശ്നം? രണ്ടിനും വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ കാര്യം എന്താ? താഴെ പറയുന്നു, ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആരെന്ന് ചോദിപ്പാനോ. പിന്നെ വലിയ സമ്പത്തും സ്ഥാനവും പദവിയൊക്കെ വരുമ്പോൾ ദൈവം ആരാന്ന് വരെ ദൈവത്തെ പോലും വെല്ലുവിളിക്കും. ദൈവം പേടിച്ച് മാറി നിൽക്കേണ്ടി വരും. ഞാൻ ധനികനായി തീർന്നിട്ട് യഹോവ ആരെന്ന് ചോദിപ്പാനോ. പിന്നെ ദരിദ്രനായ മോഷ്ടിക്കാൻ പോകും. ദരിദ്രനായി തീർന്നാൽ മോഷ്ടിച്ചിട്ട് നിന്റെ നാമത്തിന് ദോഷം വരുത്തും. അതെനിക്കിടയാകരുതേ. ഈ പ്രാർത്ഥന എത്രയോ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സർവേശ്വരനോടുകൂടെ സഹവസിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. മൂന്നാമത് അവിടെ ഓർപ്പിക്കുന്ന സന്ദേശം, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, മുദ്രകുത്തപ്പെട്ടവർ, ആയതുപോലെ തന്നെ അഭിഷേകം പ്രാപിച്ചവർ, വീണ്ടെടുക്കപ്പെട്ട ജനം. മൂന്നാമത് ചെയ്യേണ്ടത് എന്താ? നന്മ ചെയ്ത് സൽപ്രവർത്തികളിൽ സമ്പന്നരാകുക. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, രുചി വെടിഞ്ഞ് രുചി പകരുക. ഈ നോമ്പൊക്കെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നേരം ഭക്ഷണം വെടിയുമ്പോൾ ആ ഭക്ഷണം വേറൊരാൾക്ക് ഭക്ഷണമായി ഭവിക്കണം. വലിയ നോമ്പിൽ ഒരു ഉപവാസത്തിനൊരു പേരുണ്ട്. എന്താണെന്നറിയാം? ഉപപോഷണം, അല്ലേ? ഭക്ഷണം വെടിഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഭക്ഷണമാകുന്നു. ആ തുക പല അനാഥാലയങ്ങളിലും രോഗികൾക്കും. ഇവിടെ ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ പള്ളിയിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കിഡ്നി ഡയാലിസിസും ഹാർട്ടിൻ്റെയും ചികിത്സയിൽ കഴിയുന്ന 32 വയസ്സുള്ള ഒരു യുവാവിന് നിങ്ങൾ മർദ്ദമറിയ സമാജവും വിനപ്രസ്ഥാനവും പള്ളി എല്ലാവരും ചേർന്ന് ഒരു നല്ല തുക നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ആ പയ്യനെ എനിക്കറിയാം. ആ പയ്യനെ അത് തീർത്തും അർഹനാണ്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു, ഒരു നല്ല തുക സംഭരിച്ച് നിങ്ങൾക്ക് പലവിധ പിരിവുകളും കാര്യങ്ങളും ഒക്കെ നടത്തി നിങ്ങൾ സമാജക്കാർ ഏകദേശം 1.25 ലക്ഷം രൂപ നാട്ടിലെ ഒരു രോഗിക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നു. വാസ്തവത്തിൽ എന്താണ് ദൈവസ്നേഹം? ഈ വചനം ഉച്ചത്തിൽ പ്രസംഗിക്കുന്നതും ആയതുപോലെ തന്നെ മറ്റ് ആരാധനയുടെ ഭാവങ്ങൾ മാറുന്നതുമാണ്. ഹൈന്ദവ ദർശനത്തിൽ ഒരു ആപ്തവാക്യമുണ്ട്, മാനവസേവ മാധവസേവ. മനുഷ്യനോട് ചെയ്യുന്നതാണ് ദൈവത്തിന് ചെയ്യുന്നത്. കാണപ്പെടുന്ന ദൈവത്തെ, മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളുടെ സമർപ്പണങ്ങളെ, ശുശ്രൂഷകളെ സ്വർഗത്തിൽ മാനിക്കും, സംശയമൊന്നുമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പള്ളികളൊക്കെ എന്തിനാണെന്നറിയാമോ? പള്ളികളൊക്കെ വന്ന് നമുക്ക് നമ്മുടെ അധികാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രകടനങ്ങളോ വേദിയാക്കുന്നതിന് വേണ്ടിയല്ല. ചർച്ച്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എഴുതുന്നുണ്ട്, കയ്യാലൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ചർച്ച് എന്ന ഇംഗ്ലീഷ് വേർഡിന് എത്ര അക്ഷരമുണ്ട് മക്കളെ? 6 ഉള്ളൂ. റേം പറഞ്ഞതാ ശരി അല്ലേ? എത്ര അക്ഷരമുണ്ട്? 6. എന്താ പള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവം. നമ്മൾ പലതും ഉദ്ദേശിക്കും. അതിന് ആൽഫബറ്റിൽ ഞാനൊരു വ്യാഖ്യാനം കൊടുക്കുവാണ്. അത് ഒന്നാമത്, പള്ളിയിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. നിങ്ങൾ ചോദിക്കും, പള്ളിയിൽ പിന്നെ ആരാ ഉള്ളത്? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ദ ഡിവൈൻ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. We must acknowledge the divine presence of Jesus Christ
ക്രൈസ്റ്റ് ചർച്ചിന്റെ ആദ്യ അക്ഷരം സൂചിപ്പിക്കുന്നു. യു മസ്റ്റ് അപ്ഹോൾഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ ഉയർത്തി കാണിക്കണം. രണ്ടാമത്തെ അക്ഷരം എന്താ? എച്ച്, ദാറ്റ് ഈസ് ഹോളിനെസ്. പള്ളിയിലേക്ക് വരുന്നത് വിശുദ്ധി പ്രാപിക്കുവാനാണ്, ശുദ്ധീകരണം പ്രാപിക്കുവാനാണ്. മൂന്നാമത്തെ അക്ഷരം എന്താ? യു, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് യൂണിറ്റി. ഒരപ്പത്തിൽ നിന്ന്, ഒരു ത്രോണോസിൽ നിന്ന്, ഒരു മേശയിൽ നിന്ന് മുറിക്കപ്പെടുന്ന അപ്പമാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒരു അപ്പത്തിൻ്റെ അംശികളാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഐക്യത്തോടെ മുന്നേറണം. ചർച്ചിൻ്റെ നാലാമത്തെ അക്ഷരം എന്താ? ആർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് റിഡംഷൻ. ഇവിടെ അനുരഞ്ജനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സ്ഥലമാണ്. ഇവിടെ കലഹമില്ല, ഇവിടെ മത്സരമില്ല, ഇവിടെ തർക്കമില്ല. എല്ലാവരും ഒന്നിച്ച് കൈകൾ നീട്ടേണ്ടുന്ന സ്ഥലമാണ്. പിന്നെ അടുത്ത അക്ഷരം എന്താ? സി, ചർച്ച് ഈസ് എ പ്ലേസ് ഓഫ് ചാരിറ്റി. ഇത് കരം നീട്ടേണ്ടുന്ന സ്ഥലമാണ്. പള്ളിയെല്ലാം ഇനി വാങ്ങിച്ച് ഫണ്ടിൽ കൂട്ടുന്ന സ്ഥലമല്ല, മറിച്ച് അത് നൽകേണ്ടുന്ന സ്ഥലമാണ്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് പാരീസിലെ ഒരു വലിയ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ ഒരു വലിയ ലോകത്തെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിൻ്റെ പ്രതിമയുണ്ടായിരുന്നു. ബോംബ് വീണ് അതിൻ്റെ വലം കൈ അറ്റുപോയി. പള്ളിയിലെ അച്ഛനും കമ്മിറ്റിക്കാരെല്ലാം കൂടി അവർക്ക് പ്രയാസമായി. അവർ വന്നിട്ട് പറഞ്ഞു, നമുക്കിത് പുനർനിർമ്മിക്കാം, ഒരു പുതിയ പ്രതിമ അവിടെ വയ്ക്കാം, അതെല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ ഒരു വൃദ്ധനായ ആ പള്ളിയിലെ സീനിയർ മെമ്പർ വന്ന് പറഞ്ഞു, നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒന്നും ചേർത്ത് വെക്കണ്ട, നമുക്കിതിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ് കൊടുക്കാം. എന്താണെന്നറിയാമോ? ഐ ഹാവ് നോ ഹാൻഡ്സ് എക്സെപ്റ്റ് യുവേഴ്സ്. എനിക്ക് എൻ്റേതായ കൈകളില്ല, എൻ്റെ കൈകളാണ് നിങ്ങളുടെ കൈകൾ. ഇവിടെ നിങ്ങൾ ഒരു കിഡ്നി രോഗിക്കും ഒരു ക്യാൻസർ രോഗിക്കും വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ കർത്താവിൻ്റെ കരമാണ് നീട്ടപ്പെട്ടത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതേ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മുടക്കം വരുത്തരുത്. ഞാൻ വളരെ എപ്പോഴും ആദരവോടുകൂടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മർത്തോമാ സഭയുടെ സ്വർണ്ണനാവുകാരനായ ക്രിസോസ്റ്റം തിരുമേനി, വലിയ മെത്രാപ്പോലീത്ത. അദ്ദേഹത്തെ എൻ്റെ വലിയ പള്ളികളിലൊക്കെ ഞാൻ പല സമ്മേളനങ്ങൾക്കും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പണ്ട് വിളിച്ചപ്പോൾ ഒരു പള്ളിയിൽ സ്വാഗതത്തിൽ ഒരച്ഛൻ പറഞ്ഞു, ഈ വന്നിരിക്കുന്ന തിരുമേനി സ്വർണ്ണനാവുകാരനാണ്. അപ്പോൾ അദ്ദേഹം എണ്ണീറ്റിട്ട് ആദ്യമേ അതിന് തന്നെ ഒരു കൊട്ടേഷൻ കൊടുത്തു. പറയുമോ, നിങ്ങളുടെ അച്ഛനെ എനിക്കൊരു പണി പറ്റിച്ചു, ഞാനിനി വാ തുറക്കാനൊക്കത്തില്ല. കാരണം എന്താ? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ നാക്ക് സ്വർണ്ണം, ആരെങ്കിലും എന്നെ ഇനി തട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹം ആലങ്കാരികമായിട്ട് വളരെ അർത്ഥഗർഭമായ ചിന്തോദ്ദീപമായ പ്രസംഗങ്ങൾ. നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി കാണിക്കണം. രണ്ടുപേരെ നമ്മൾ കാണുന്നു. ആരൊക്കെയാ? ധനവാനും ലാസർ. ധനവാൻ എങ്ങനെയാണ് ഈ പാതാളത്തിൽ പോയത്? വീടിൻ്റെ ഗേറ്റിൽ എഴുതി വെച്ചോ പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന്? എഴുതി വെച്ചോ? ഒരു കാര്യവും ചെയ്തില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ഒരു ദരിദ്രൻ വ്രണവുമായി കിടക്കുന്നുള്ളത് അദ്ദേഹം കാണുവാൻ കഴിഞ്ഞില്ല. ചിലരെയൊക്കെ കാണാതെ പോകുന്നതാണ് നമ്മുടെ കുറ്റം. അർഹിക്കുന്നവരെ കാണണം, കരുതണം. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം ബലപ്പെടുത്തിയിരിക്കുന്നത്. വി ആർ ലൈറ്റഡ് ടു ലൈറ്റൺ. നമ്മൾ പ്രകാശിതരായിരിക്കുന്നത് പ്രകാശം കൊടുക്കുവാനാണ്. തിരുമേനി ഒരു മർത്തോമാ സഭയിലെ ഒരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയ മെത്രാപ്പോലീത്തയാകുന്നതിന് മുമ്പായിരിക്കാം അവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളെ ഒന്ന് സന്ദർശിച്ചു. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമല്ലേ പള്ളിയിൽ തിരുമേനി വന്ന സൺഡേ സ്കൂൾ ക്ലാസ്സിലൊന്ന് ചെല്ലുന്നത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് കുഞ്ഞുങ്ങളോട് ലാസറിൻ്റെയും ധനവാന്റെയും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ കഥ കേൾക്കാൻ? നിങ്ങൾക്കറിയാമോ ലാസറിൻ്റെയും ധനവാന്റെയും കഥ? അറിയാം. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആ ധനവാനുണ്ടല്ലോ അവന് നരകത്തിൽ പോയി, ലാസർ സ്വർഗത്തിൽ പോയി, അബ്രഹാമിൻ്റെ മടിയിൽ പോയി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവിടെ പോകണം? നിങ്ങൾക്ക് ആരാകണം? ധനവാനാകണമോ ലാസറാകണമോ? ഞാൻ ഈ സ്വകാര്യത്തിൽ ചോദിക്കുക ഈ ചോദ്യം. എവിടെ പോകണം? നമുക്ക് ആരാകണം? ലാസർ മതി. അമ്മച്ചി പറഞ്ഞു ലാസറായാൽ മതി. എന്നാൽ അവിടെ വളരെ വിരുദ്ധനായ ഒരു പയ്യനുണ്ടായിരുന്നു.
അവൻ എണീറ്റിട്ട് പറഞ്ഞു, തിരുമേനി ഏതായാലും ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത് ശരിയാ, ഇവിടെ ഭൂമി ജീവിക്കുമ്പോൾ ധനവാനായിട്ടും അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ലാസറായിട്ട് ജീവിച്ചു. എത്ര ബുദ്ധിമാനാണ്! ഈ ബുദ്ധിയാണ് നമുക്കിടയിൽ കുഴപ്പത്തിലേക്ക് ചാടിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സന്ദർഭോചിതമായ ആത്മീയതയല്ല നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മെ ദൈവം പ്രകാശിപ്പിച്ചിരിക്കുന്നത് പ്രകാശം കൊടുക്കുവാനാണ്. അതെ, ചർച്ച് എന്തിനെന്ന് ഞാൻ പറഞ്ഞു. ചർച്ച് ഫോർ ക്രൈസ്റ്റ്, ചർച്ച് ഫോർ ഹോളിനെസ്, ചർച്ച് ഫോർ യൂണിറ്റി, ചർച്ച് ഫോർ റിക്കൺസിലിയേഷൻ ആൻഡ് റിഡംഷൻ, ചർച്ച് ഫോർ ചാരിറ്റി. എച്ച്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് എച്ച് ഫോർ ഹെവൻ. നമ്മൾ ഇവിടെ വന്ന് ഈ മദ്ബഹായുടെ മറ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെയാണ്. സ്വർഗത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് പള്ളിയിൽ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ബോധ്യമുണ്ടാകണം. ആ ചിന്തയുമായിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നാലാമതായിട്ട് ഇവിടെ തരുന്ന ചിന്തകൾ എന്ന് ചോദിച്ചാൽ, നാലാമത് പറയുന്നു, ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാൽ ജീവനെ പിടിച്ചുകൊള്ളുക. ഇവിടെയുള്ളത് ജീവനാണ്, നിത്യജീവൻ നേടിക്കൊള്ളുക. നാലാമത്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും പദവിയുമാണ് ജീവനല്ല പ്രധാനം, പിന്നെ നിത്യജീവന്റെ അവകാശികളായി തീരുക. ഒരിക്കൽ വനത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന മാൻപേട, പതിയിരിക്കുന്ന പായുന്ന പുലി പെട്ടെന്ന് മാനിനെ ലക്ഷ്യമാക്കി എടുത്തു ചാടുകയാണ്. പക്ഷേ ദൈവകൃപ കൊണ്ടോ ഭാഗ്യം കൊണ്ടോ മാന് ഇത് ശബ്ദം കേട്ട് ഓടി. മാനിനെ പിടിക്കുവാൻ പുലി കിലോമീറ്ററുകളോളം ഓടി. ഇതാ പുലിക്ക് നമ്മുടെ ചില നെറ്റിന് കൊടുക്കുന്ന ഒരു പരസ്യമുണ്ട് അല്ലേ? ഏഷ്യാനെറ്റിൻ്റെ കൊടുക്കുന്ന പടം പുലിയുടെ എന്തുവാ എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ നെറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ചലിച്ചില്ലെങ്കിലും ആ പരസ്യം നല്ലതാണ്. പക്ഷേ ഇത് കിലോമീറ്ററുകൾ ഓടിയിട്ട് രണ്ടുപേരും ക്ഷീണിച്ചു. ഫേസ് ടു ഫേസ് മാറി നിൽക്കുകയാണ്. ഒരു വശത്താരെ മാൻ, ഇപ്പുറത്ത് പുലി. മാൻ പേട പുലിയുടെ മുമ്പിൽ വെറും ഒരു അശു നിന്നിട്ട് പറയുന്നു, സഹോദര, ഇങ്ങനെ അണക്കുകയാണ്, നിനക്കെന്നെ ഒരിക്കലും പിടിക്കുവാൻ കഴിയുകയില്ല, നിനക്കെന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇതുകൂടെ കേട്ടപ്പോൾ പുലിക്ക് അരിശം മൂത്തു. എന്താ നീ അഹങ്കാരം പറയുന്നത്? എന്താ അതിൻ്റെ കാരണം? ഇത് നിങ്ങൾ ഓർക്കണം സഹോദര, ഞാൻ ഓടിത്തളർന്നത് എൻ്റെ ജീവന് വേണ്ടിയായിരുന്നു. പക്ഷേ നീ ഓടിയത് ആഹാരത്തിന് വേണ്ടിയായിരുന്നു. സഹോദര, ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയായിരുന്നു. പക്ഷേ നീ ഓടിയത് നിന്റെ ആഹാരത്തിനും എൻ്റെ ജീവൻ എടുക്കുന്നതിനും വേണ്ടിയായിരുന്നു. അതെ, നിത്യജീവന്റെ മൊഴികൾ നിങ്ങളുണ്ട് പരനെ. ഈ ലോകത്തിലെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാം. പക്ഷെ നിത്യജീവന്റെ അവകാശികളായി നാം മാറുമോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. അഞ്ചാമതായി ഒരു സന്ദേശം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. വരും കാലത്തേക്ക് ഒരു നല്ല നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. വരും കാലത്തേക്ക് ഒരു നല്ല നിക്ഷേപം ശേഖരിച്ചുകൊള്ളുക. കള്ളൻ മോഷ്ടിക്കുകയോ അല്ലെ തുരുമ്പെടുക്കുകയോ അത് ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നിക്ഷേപം എവിടെയാണ്? ഞാൻ ജിൻസിയുടെ പള്ളിയിൽ ഒരു 6 വർഷക്കാലം അവിടുത്തെ വികാരിയായി. അവിടെ 2000-ഓളം വീട് അന്നുണ്ട്. ഞാൻ ഒരു അച്ഛനേ ഉള്ളൂ. അവിടെ ഒരു യൂണിറ്റേ ഉണ്ടായിരുന്നുള്ളൂ യുവന പ്രസ്ഥാനം. 3 യൂണിറ്റുകൾ ക്രമീകരിച്ച് ഒരു 100-300 യുവാക്കൾ മീറ്റിങ്ങിന് വരും. അവർ എല്ലാവരും കൂടെ പ്രവർത്തിച്ച് സാക്ഷ്യത്തോടെ മുന്നേറി വന്നപ്പോൾ അവരൊരു ചാരിറ്റി ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അതിനെന്ത് പേരാണ് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഈ ചാരിറ്റിക്ക് സ്വർഗീയ നിക്ഷേപം എന്ന പേര് കൊടുക്കണം. ഹെവൻലി ഡെപ്പോസിറ്റ്. ഇന്ന് പല ഡെപ്പോസിറ്റുകളും നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചെടുത്ത് പലരും അതുകൊണ്ട് പോയിട്ടുണ്ട്. നഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ട്. പക്ഷേ നമുക്ക് സ്വർഗത്തിൽ ഒരു നിക്ഷേപമുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്.
മാർട്ടിൻ ലൂതർ തൻ്റെ എഴുത്തുകളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഐ ഹാവ് ഹെൽഡ് മെനി തിങ്സ് ഇൻ മൈ ഹാൻഡ്സ്, ഐ ഹാവ് ലോസ്റ്റ് ദം ഓൾ, ബട്ട് വാട്ട് വെയർ ഐ ഹാവ് പ്ലേസ്ഡ് ഇൻ ഗോഡ്സ് ഹാൻഡ് ദാറ്റ് സ്റ്റിൽ പൊസസ്. ഞാൻ ഒത്തിരി നേടിയിരുന്നു, അത് പലയിടത്തുമായി വച്ചിരുന്നു, എന്നാൽ അതൊക്കെ നഷ്ടമായി. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചത് ഇന്നും സുരക്ഷിതമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയവും കാലവും എല്ലാം മാറി മറിഞ്ഞു പോകും. അതെ, നമുക്ക് ലഭിക്കുവാനും സ്വരൂപിക്കുവാനും കഴിയുന്ന സ്വർഗീയ നിക്ഷേപം നമുക്ക് സൂക്ഷിപ്പാനും ആയതുപോലെ തന്നെ അത് ജീവിതത്തിൽ അനുഭവിപ്പാനും ഇടയാകട്ടെ. സഭാപ്രസംഗി 11:1 പറയുന്നു: നിന്റെ അപ്പത്തെ എടുത്ത് വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് നിനക്ക് തിരികെ കിട്ടും. ഞാൻ കൈന്നിട്ട് പറയുന്നതല്ല, വേദപുസ്തകവാക്യാണ് കേട്ടോ. സഭാപ്രസംഗി 11:1: നിന്റെ അപ്പത്തെ എടുത്ത് വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് നിനക്ക് തിരികെ കിട്ടും. ദൈവം ആർക്കും കടക്കാരനില്ല. അമർത്തി കുലുക്കി കവിഞ്ഞിടും വണ്ണം നീ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നീ പ്രാപിക്കുമേ. നന്മ ചെയ്താൽ നന്മ നിനക്ക് തിരിച്ചു കിട്ടും, തിന്മ ചെയ്താൽ തിന്മ നിനക്ക് തിരിച്ചു കിട്ടും. ഞാൻ ഒരിടവകയിലായിരിക്കുമ്പോൾ ഒരു ഭവനം സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു പഴയ ഇല്ലം, അത് തകർന്ന് ഓടുകളെല്ലാം പൊട്ടി, അതെ, അതിൻ്റെ കഴുക്കോലുകളെല്ലാം ദ്രവിച്ച് അതിനകത്ത് വൃക്ഷങ്ങൾ ആ വീട്ടിൽ നിന്ന് കിളിച്ച് മുകളിലേക്ക് നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ഒരു തകർന്ന വീട്. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? നമ്മുടെ ഇടവകയിലെ ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബാല്യകാലത്ത് ആ വീട്ടിൽ ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. അനേക വീടുകളിൽ അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷേ അവിടുത്തെ അപ്പൻ ഭയങ്കര ക്രൂര മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഒരു താറാവിനെ ആ ഭവനത്തിൽ വളർത്തിയിരുന്നു. അവിടെ വളർത്തിയിരുന്ന പട്ടി ഒരു ദിവസം ഒരു താറാവിനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ക്ഷിപ്രകോപിയായ ആ ഭവനത്തിലെ വല്യപ്പച്ചൻ ഇത് കണ്ടിട്ട് ജോലിക്കാരനോട് പറഞ്ഞു, ഇതിനെ ഒരു വലിയ കുഴി കുഴിച്ച് ജീവനോടെ മൂടിക്കളയണമെന്ന്. വല്യപ്പൻ്റെ ഓർഡറാണ്, ജോലിക്കാരന് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. ആ പട്ടിയെ ഒരു വലിയ കുഴി കുഴിച്ച്, ചെറിയ കുഴിയാണെങ്കിൽ അത് ഓടിക്കയറും, വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിനെ അതിനകത്ത് തള്ളിയിട്ടിട്ട് ജീവനോട് അതിനെ മൂടിക്കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. വലിയ നന്മ ചെയ്യാൻ പോയില്ലെങ്കിലും തിന്മ ചെയ്യരുതേ. പിറ്റേ വർഷം ആ സമയത്തായപ്പോൾ വിദ്യാസമ്പന്നനായ ആ പിതാവിൻ്റെ മകൻ ഒരപകടത്തിൽ മരണപ്പെട്ട് പള്ളിയുടെ സെമിത്തേരിയിൽ കുഴി കുഴിച്ച് അവിടെ അടക്കേണ്ടി വന്നു. അനുദിനം ഒരു നായ അതിന് സംസാരിക്കുവാനോ പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ ഇല്ലെങ്കിലും അതിൻ്റെ ജീവൻ ദൈവം കൊടുത്തതാണ്. അതിൻ്റെ ജീവൻ്റെ വിലയെ സ്വർഗത്തിലെ ദൈവം വേദനയായി കണ്ടു. അവിടെ അനർത്ഥങ്ങളും ദുർമരണങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. അപ്പോൾ ഈ കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലം, ഇതിൻ്റെ മക്കളൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എവിടെയാണെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. കുളം തോണ്ടുന്ന തറവാടുകൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, വരും കാലത്തേക്ക് നല്ല ഒരു നിക്ഷേപം നീ സ്വരൂപിക്കുക. എൻ്റെ സ്വർഗീയ നിക്ഷേപത്തിൽ ദൈവം സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ തിന്മയുടെ നിക്ഷേപമാണോ നന്മയുടെ നിക്ഷേപമാണോ? നാം കൊടുത്തത് നമുക്ക് ലഭിക്കും. അതെ, നന്മയാണെങ്കിൽ നന്മ ലഭിക്കും, തിന്മയാണെങ്കിൽ തിന്മ ലഭിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. 10 മണിക്കാണ് എനിക്ക് അതിൻ്റെ സമാപന തന്നിരിക്കുന്നത്. കൃത്യം 10 മണിയാകുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സതീശൻ ഇന്ന് നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അനുദിനം ജീവിക്കുവാൻ തക്കവണ്ണമായിട്ട് നാം കഷ്ടപ്പെടുന്നതായിരിക്കുന്ന അവസ്ഥ, അതിൽ കൂടി പോകുന്നുവെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന സന്തോഷം, സമാധാനം നമ്മുടെ മക്കളെക്കുറിച്ച് ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രത്യേക ദിനമായിട്ടാണ് ഇന്നത്തെ ദിവസം നാം കരുതിയിരിക്കുന്നത്. പ്രകാരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രസംഗ വിഷയത്തേതും ഉൾപ്പെടുത്തിക്കൊണ്ട്
പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ആശീർവാദവും ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തിയുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദാനമായി നൽകുകയും പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെല്ലാവരെയും അതിശയമായി അങ്ങ് പരിപാലിക്കുകയും ചെയ്തുവല്ലോ, അതിനായി സ്തോത്രം. ഈ രാത്രി വേളയിൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങ് ആരാധിപ്പാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവവചനം ശ്രവിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. എല്ലാം അങ്ങയുടെ കരുണയാകുന്നുവല്ലോ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ അനവരതമായ കൃപയാൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നിമിഷം വരെയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കർത്താവെ ലളിതമായി ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. അതിനുവേണ്ടി കർത്താവെ അങ്ങ് ഒരുക്കിയ വന്യ വൈദിക ശ്രേഷ്ഠന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. പ്രിയദാസന്റെ ശുശ്രൂഷകളിൽ ഇത്രത്തോളം അങ്ങ് കൂടെ ഇരുന്ന് അങ്ങ് അനുഗ്രഹിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ കർത്താവെ വിവിധ തലങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ക്രിയ ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഓരോ വാചകങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കർത്താവെ കുത്തുകൾ നൽകുകയും അങ്ങയുമായുള്ള നിരന്തര ബന്ധത്തിൽ കർത്താവെ ജീവിപ്പാനുള്ള പ്രചോദനം നൽകുകയും ചെയ്തുവല്ലോ, അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭാവങ്ങളെ പാവനമാക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയെ മുറുകെ പിടിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിലെ രുചി വെടിഞ്ഞുകൊണ്ട് കർത്താവെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ രുചി പകരുവാൻ, കർത്താവെ മറ്റനേക ആളുകൾക്ക് വേണ്ടി കർത്താവെ മനസ്സ് തുറന്ന് സഹായിച്ചുകൊണ്ട് കർത്താവെ സ്വർഗീയമായ അനുഭവം ജീവിതത്തിൽ അനുഭവിക്കുവാൻ, കർത്താവെ ഈ ലോകത്തിലെ നിക്ഷേപമല്ല കർത്താവെ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിത്യജീവൻ സമ്പാദിച്ചുകൊണ്ട് സ്വർഗീയമായ നിക്ഷേപങ്ങൾ കർത്താവെ കൂടുതലായി ജീവിതത്തിൽ പ്രാപിപ്പാൻ ദൈവവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഈ വാത്സല്യ ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഇടവകയ്ക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കുന്നുവല്ലോ, ശുശ്രൂഷയിൽ അങ്ങ് ബലപ്പെടുത്തുന്നുവല്ലോ, അതിനായി സ്തോത്രം. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമായ ധന്യമായ ദൂതാണല്ലോ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചത്. കർത്താവെ, അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്വന്തം ദേശത്തിൽ നിന്നും ഈ ദേശത്തിലായിരിക്കുമ്പോൾ കർത്താവെ അങ്ങയിൽ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാനായിട്ടുള്ളൂ. കർത്താവെ, ലോകപരമായിട്ടുള്ള ഒന്നും ഞങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനമായി നിലനിൽക്കുകയില്ലല്ലോ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ കൃപയിലും അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ മഹാദയയിലും കരുണയിലും ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തിൽ വിവിധങ്ങളായ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളായി ഏൽപ്പിക്കുന്നു. അവരുടെ ജോലിയിടങ്ങളിൽ കർത്താവെ അങ്ങയുടെ കൃപകൾ അനുഭവിപ്പാൻ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജോലിയിടങ്ങളിൽ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രതിസന്ധികളെയും അങ്ങ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിടങ്ങളിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടല്ലോ, കർത്താവെ അവിടെ സന്തോഷത്തോടുകൂടെ കർത്താവെ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ട് കർത്താവെ ശമ്പളം ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലി സ്ഥിരതയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവ് പുതിയ ജോലികൾ തേടുന്നവരുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിലെ വേദനകളെ അങ്ങ് അറിയുകയും അവർക്ക് ആവശ്യമായ നന്മകൾ അങ്ങ് ചൊരിയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അങ്ങ് കൂടിയിരുന്ന് സഹായിക്കണമേ, അവരുടെ പഠനത്തിൽ കൂടെ ഇരിക്കണമേ. കർത്താവേ, ഈ ലോകത്തിലെ ജ്ഞാനം നേടുന്നതോടൊപ്പം തന്നെ അങ്ങയുമായുള്ള നിരന്തര ബന്ധത്തിൽ കർത്താവ് ആയിത്തീരുകയും കർത്താവെ ദൈവികമായ ജ്ഞാനത്തിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ പ്രിയപൈതങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ജോലിക്ക് വേണ്ടി താല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്, പലവിധമായ ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ബെഡ്രിഡനായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വേദനിക്കുന്നവരാണല്ലോ. കർത്താവെ, അവരെ ശുശ്രൂഷിപ്പാനുള്ള സാഹചര്യമില്ലെങ്കിലും അവരെ കർത്താവെ കൃത്യമായി പരിചരിപ്പാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി അധ്വാനിപ്പാനും നീ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് ആവശ്യമായ തക്ക തുണയെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്, കുടുംബ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഐക്യമില്ലായ്മ അനുഭവിക്കുന്നവരുണ്ട്. അവിടെ എല്ലാം കർത്താവെ ദൈവവചനത്തിലും കർത്താവെ അങ്ങയുമായുള്ള നിരന്തര ബന്ധത്തിലും ഐക്യതയിലേക്ക് തിരിച്ചു വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും കൂടി ഇരിക്കണമേ. രോഗികളായി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഇടഭാഗങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ആവശ്യമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിൻ്റെ എല്ലാ അനുഭവവും അവരുടെ മേലങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും കർത്താവെ, ഞങ്ങൾ പാപികളായി ഈ ലോകത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അങ്ങയുടെ കൃപ, കരുണ, സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ലല്ലോ. സ്വർഗം നേടുവാനായി ഞങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. പാപികളായി മരിക്കുവാനല്ല, കർത്താവെ പാവനമുള്ള ജീവിതം നയിച്ചുകൊണ്ട് അങ്ങേക്ക് ഉത്തമരായ മക്കളായി ഈ ലോകത്തിൽ നിലനിൽക്കുവാനും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനും നീ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങേക്ക് ഹിതകരമാകുന്ന രീതിയിലാക്കി തീർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി സ്തോത്രം, ദൈവവചനത്തിനായി സ്തോത്രം, ആത്മീയമായ അനുഭവങ്ങൾക്കായി സ്തോത്രം, എല്ലാ കൃപയ്ക്കായും സ്നേഹത്തിനായി നന്ദി. നന്ദിയോടുകൂടെ തിരുസന്നിധിയിൽ താണിരിപ്പാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നല്ലാത്ത ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. അതിനെല്ലാം നന്ദി കരയേറ്റിക്കൊണ്ട് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായി നിലനിൽപ്പാൻ, സ്നേഹമുള്ളവരായി നിലനിൽപ്പാൻ, പരസ്പരം ഐക്യമുള്ളവരായി നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കണം. ഈ രാത്രികാലം ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ നല്ല വിശ്രമവും കർത്താവേ അങ്ങയുടെ കൃപകൾ അനുഭവിച്ചുകൊണ്ടുള്ള നല്ല അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. കർത്താവേ, തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന ഓരോ നിമിഷവും അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വചനം വിളമ്പിയ പ്രിയദാസന് ഒരിക്കൽ കൂടി തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിന്റെ കൃപയാൽ അങ്ങ് കാത്തു പരിപാലിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും മഹനീയമായി ചെയ്യുവാനുള്ള എല്ലാ കൃപകളും അങ്ങ് നൽകി അങ്ങ് ബലപ്പെടുത്തിക്കൊള്ളണമേ. സകല നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ത്രിയേക ദൈവത്തിന്റെ കൃപയാനുഗ്രഹം കാവൽ നാം എല്ലാവരോടുകൂടെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളോടുകൂടെയും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും നാം ഇന്ന് ശ്രമിച്ച ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ട് ഉത്തമരായ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റുന്നവരായി നിലനിൽക്കുന്നതിൽ മേലും കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തി സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാളെ നമ്മുടെ കൺവെൻഷന്റെ സമാപന